അടുത്തത് വരുന്നത് സ്കാറ്റർ പ്ലോട്ട് ആണ്. അപ്പം സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയുന്നത് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? അതായത് രണ്ട് ന്യൂമറിക്കൽ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാറ്റർ പ്ലോട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ക്രിയേറ്റ് ചെയ്യുന്ന വഴി നമുക്ക് കോറിലേഷൻസ്, ക്ലസ്റ്റേഴ്സ്, ട്രെൻഡ്സ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം രണ്ട് ന്യൂമറിക്കൽ വാല്യൂസ് ആണ് ഇവിടെ മെയിൻ ആയിട്ടും വരുന്നത്. അപ്പം ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, കോളംസിലും റോസിലും നമ്മൾ സെയിൽസ്, പ്രോഫിറ്റ് രണ്ടും എന്താണ് ന്യൂമറിക്കൽ വേരിയബിൾസ് ആണ് വരുന്നത്, ന്യൂമറിക്കൽ വാല്യൂസ്. അപ്പം ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ സ്കാറ്റർ പ്ലോട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് സ്കാറ്റർ പ്ലോട്ട് നമുക്ക് ടാബ്ലോയില് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പം ടാബ്ലോ ഓപ്പൺ ചെയ്യാം, പുതിയൊരു വർക്ക്ഷീറ്റ് എടുക്കാം. സെയിൽസിനെ കോളത്തിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. പ്രോഫിറ്റിനെ റോസിലേക്കും ഡ്രാഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിവിടെ ആകെ ഒരൊറ്റ വാല്യൂ, ഒരൊറ്റ ഡാറ്റ പോയിന്റ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അപ്പം ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കാണണമെങ്കിൽ നമുക്കിവിടെ അനാലിസിസിൽ അഗ്രിഗേറ്റ് മെഷേഴ്സ് എടുത്താൽ നമുക്കതിനെ കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫിൽറ്റേഴ്സ് ആണ്. അപ്പം ഓൾറെഡി നമ്മൾ ഇവിടെ ഷീറ്റ് 1 മാപ്പ് ചെയ്തപ്പോ ഇയേഴ്സിന്റെ ബേസിൽ ഒരു ഫിൽറ്റർ ചെയ്തായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഒരു ഫിൽറ്റർ അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് എനിക്കിപ്പോ 2011 ഡാറ്റയാണ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുക്കുമ്പോ എന്താ, ഈ ഒരു മാപ്പിൽ മാത്രമേ ആ ചേഞ്ചസ് വരുന്നുള്ളൂ. അപ്പം ഷീറ്റ് 2, അതായത് ഈ സ്കാറ്റർ പ്ലോട്ടിലും എനിക്ക് ആ ചേഞ്ച് കാണണം. ഓക്കെ, അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും ആദ്യം ഒരു ഇയറിന്റെ ബേസിലുള്ള ഫിൽറ്റർ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ സെയിം നേരത്തെ ചെയ്ത പോലെ ഓർഡർ ഡേറ്റിനെ ഫിൽറ്റേഴ്സിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. ഇയേഴ്സ് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുക്കാം. ഷോ ഫിൽറ്റർ ചെയ്തു, ഇവിടേക്ക് ഡ്രാഗ് ചെയ്തിട്ടു. ദെൻ ഞാൻ വീണ്ടും മാപ്പ് എടുക്കാണ്. മാപ്പില് ഫിൽറ്റേഴ്സിന്റെ ഈ ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ അപ്ലൈ ടു വർക്ക്ഷീറ്റ് ഉണ്ടാവും. അതില് ഓൾ യൂസിങ് ദിസ് ഡാറ്റ സോഴ്സ് സെലക്ട് ചെയ്യാം. കണ്ടോ? അപ്പം ഞാൻ മാപ്പിന്റെ ആ ഒരു വർക്ക്ഷീറ്റില് അപ്ലൈ ചെയ്യുന്ന ഫിൽറ്റർ നമുക്ക് സ്കാറ്റർ പ്ലോട്ടിലും അപ്ലൈ ആവുന്നത് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് മൾട്ടിപ്പിൾ വർക്ക്ഷീറ്റിലേക്ക് നമ്മൾ ഫിൽറ്റർ അപ്ലൈ ചെയ്യുന്നത്.